ഹായ് ഗൈസ്, നമ്മളിന്ന് പോകുന്നത് അലൈനിലോട്ടാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് അലൈൻ. അവിടേക്ക് ഇതുവരെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഏകദേശം ദുബായിൽ നിന്നും 1.5 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചെന്നത് അലൈൻ ഒയാസിസിലോട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. കാരണം 2 സൈഡിലായിട്ടും ഫുൾ പച്ചപ്പും ഭയങ്കര ഭംഗി. അതേപോലെ അന്ന് പോയ സമയത്ത് തന്നെ ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴ മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇരുവശങ്ങളിലായിട്ടും ഈന്തപ്പനകൾ കൊണ്ട് സമൃദ്ധമായൊരിടമാണ് അലൈൻ ഒയാസിസ്. ഇവിടെയൊക്കെ കയറാൻ പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കയറുമ്പോൾ ഇടതുവശത്തായിട്ട് തന്നെ അതിൻ്റെ മാപ്പൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മാപ്പെല്ലാം നോക്കി പയ്യെ ഫ്രണ്ടിലോട്ട് നടന്നു. കയറുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമുക്ക് റിക്ഷ സൗകര്യമുണ്ട്, പക്ഷേ അതിന് നമ്മൾ അഡീഷണൽ ചാർജസ് പേ ചെയ്യണം. ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പയ്യെ മുമ്പോട്ടേക്ക് നീങ്ങി. കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമസ്കരിക്കാനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കയറിയിട്ട് ഏകദേശം എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറിയിട്ടാണ് ഈ മസ്ജിദ് ഉള്ളത്. പള്ളിയെല്ലാം ഒരു പഴയ തനിമയിലാണ് കേട്ടോ അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്, ഒരു വ്യത്യസ്തമായ രീതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ തോട്ടത്തിൻ്റെ അകത്തോട്ടേക്കൊക്കെ ഇറങ്ങി. എന്ത് ഭംഗിയെന്നറിയോ, ആ ഒരു പച്ചപ്പും അതേപോലെ തന്നെ ഓരോ ഈന്തപ്പനയിലും കയറാൻ വേണ്ടിയിട്ട് അവർ കോണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3000 ഏക്കറിലാണ് ഈ ഈന്തപ്പന തോട്ടം വ്യാപിച്ചു കിടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത ഒമാൻ ബോർഡർ വരുന്നത്. ഈ അലൈൻ ഒയാസിസിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് ഒമാൻ ബോർഡറും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 1,47,000-ഓളം ഈന്തപ്പനകൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഈന്തപ്പനകൾ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് മാവ്, വാഴ, അത്തി, ഇതെല്ലാം എനിക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ അലൈൻ ഒയാസിസിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്നത് ഈ പച്ചപ്പ് തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ജബൽ ഹഫീദിലോട്ടാണ്. UAE ഒമാൻ അതിർത്തിയോട് പങ്കിടുന്ന ഒരു ഏരിയയാണ് ജബൽ ഹഫീദ്. ഏകദേശം 1250 അടിയോളം ഉയരത്തിലാണ് ഈ ജബൽ ഹഫീദ് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ കാർ പാർക്കിംഗാണ് നമുക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 12 കിലോമീറ്ററോളം ഉയരത്തിലുള്ള ഈ പ്രദേശത്ത് നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലൈനിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. UAEയിലുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരിടം കൂടെയാണ് ഈ ജബൽ ഹഫീദ്. എസ്പെഷ്യലി നമ്മൾ തണുപ്പുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും കൂടെ കേട്ടോ ഇവിടെ. ഞങ്ങൾ വന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു.
അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ തണുപ്പ് കാരണം മെല്ലെ തിരിച്ചു. എനിവേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.